സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും വണ്ടി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. നമുക്കറിയാം സ്തോത്ര നാം ഇപ്പോഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്തോത്രം അദ്ദേഹം ആ ദീർഘദൂരം പോയെങ്കിൽ മാത്രമേ പാർക്കിങ്ങിൽ എത്താൻ സാധിക്കുള്ളൂ, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ അദ്ദേഹം പോയിട്ട് വണ്ടി നിർത്താൻ പറ്റത്തില്ല കർത്താവെ, എങ്ങനെ നിർത്തുമെന്നൊക്കെ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവാത്മാവ് സമ്മതിക്കുന്നില്ല. ഇവിടെ വണ്ടി നിർത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ അദ്ദേഹം എവിടാണോ വണ്ടി ഇടേണ്ടത് അവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. അവിടെ കൊണ്ട് നിർത്തിയിട്ട് അദ്ദേഹം അത്രേ ദൂരം നടന്നു വന്നു. നടന്ന് ആ നിർത്താൻ പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന ബെഞ്ച് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉള്ള സ്ഥലം കണ്ടു. അവിടെ ഒരു യൗവനക്കാരനായ ഒരു മനുഷ്യന് ഇങ്ങനെ അവിടെ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ദൈവാത്മാവ് പറഞ്ഞു അവന്റെ കയ്യെ പിടിക്കാൻ പറഞ്ഞു. അവന്റെ കയ്യെ പിടിച്ചിട്ട് ഇദ്ദേഹത്തെ ഈ മനുഷ്യനെ ഈ പാസ്റ്റ് കൊണ്ടുപോയി കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോയി അദ്ദേഹത്തിന് വണ്ടി കയറ്റാൻ പറഞ്ഞു. വണ്ടി കയറ്റി അദ്ദേഹത്തെ ആലയത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ആലയത്തിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. അദ്ദേഹം ചെന്നപ്പോൾ അവിടെ വർഷിപ്പ് തുടങ്ങി. ആരാധനയ്ക്കുള്ള സ്റ്റാർട്ടിങ് സമയമായി. അത്രയും സമയം അദ്ദേഹം താമസിച്ചു പോയി. പ്രാർത്ഥിച്ചു തുടങ്ങി, ആരാധന വർഷിപ്പ് തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ബാക്ക് വശത്താക്കിയിട്ട് കർത്താവിന് എന്താ ഉദ്ദേശമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഇറങ്ങി പോകാൻ പറഞ്ഞു, കയ്യെ പിടിക്കാൻ പറഞ്ഞു, കൊണ്ടുവന്ന് വണ്ടി കയറ്റാൻ പറഞ്ഞു, അവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ പറഞ്ഞു. അത്രയും കാര്യങ്ങൾ അതുപോലെ ആ ദൈവദാസൻ ചെയ്യുവാനിടയായി തീർന്നു. വർഷിപ്പ് തുടങ്ങി. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഫ്രണ്ടിൽ പോയിരുന്നു. അങ്ങനെ വർഷിപ്പിന്റെ സമയം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ലഹരിക്കടിമയായ ബോധമില്ലാത്ത മനുഷ്യന് ബോധം വീഴുവാനിടയായി തീർന്നു. ബോധം വീണ മുട്ടുകുത്തി ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അദ്ദേഹം കാണുന്നത്. എന്താ നിനക്ക് സംഭവിച്ചത്? നീ ആരാ? എന്താ എന്നൊക്കെ ഈ ദൈവദാസൻ അന്നേരമാ ചോദിക്കുന്നത്. ഒന്നും സംസാരിക്കാതെ അദ്ദേഹം കയ്യെ പിടിച്ചപ്പോൾ വന്ന് വണ്ടിയിൽ കയറി ആലയത്തിൽ വരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ആ മനുഷ്യൻ നിറകണ്ണുകളോട് പറഞ്ഞത് ഇപ്രകാരമാ. സ്തോത്രം. ദീർഘനാളുകൾ എന്റെ വിടുതലിന് വേണ്ടി എന്റെ അമ്മ പ്രാർത്ഥിച്ചു. പക്ഷേ ഇന്നാണ് എന്റെ വിടുതൽ നടന്നത്. എന്റെ അമ്മ ചില ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ഇന്ന് എന്റെ വിടുതൽ നടന്നു. ഹല്ലേലൂയ. പ്രിയ മാതാക്കളെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നിങ്ങൾ ഇടിവ് നിൽക്കുന്ന വിഷയങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിച്ചൊരു വിത്ത് അവിടെ ഇട്. അത് കിളിർത്തു വരും. ദീർഘനാൾ കഴിഞ്ഞാലും അത് കിളിർത്തു വരും. യെസ്, ഹല്ലേലൂയ. കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദീർഘനാൾ കഴിഞ്ഞാലും ചിലരുടെ വിടുതലിന് വേണ്ടി ഇടിവ് നിൽക്കുന്നില്ലേ? ചില വിഷയങ്ങളുടെ മറുപടിക്കായി ഇടിവ് നിൽക്കുന്നില്ലേ? ആ വിഷയങ്ങൾ കിളിർത്തു വരും. അന്ന് ദൈവമകനായി ആ മനുഷ്യൻ തീരുവാനിടയായി തീർന്നു. ദീർഘനാളുകൾ മാതാവിന്റെ കണ്ണുനീര് ദൈവം സ്റ്റോർ ചെയ്ത് വെച്ചു കേട്ടോ. മാതാവിന്റെ കണ്ണുനീർ ദൈവം സ്റ്റോർ ചെയ്ത് വെച്ചു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിത്ത് അവിടെ ഇട്. അത് കിളിർത്തു വരുന്ന സമയങ്ങൾ റഗമന ഹടകമല അടക ഹല്ലേലൂയ. അങ്ങ് ചെല്ലുമ്പോൾ കർത്താവിന്റെ കയ്യിൽ നിന്ന് കിരീടം വാങ്ങിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷം. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി, ഞാൻ പ്രതീക്ഷിച്ച വിഷയത്തിന് മറുപടി ഇതാ നിൽക്കുന്നെന്ന് കാണുവാൻ ഇടയായി തീരും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഉറയ്ക്ക്. പ്രാർത്ഥിക്കാനോ ഉറയ്ക്ക് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഉടനെ മരിച്ചു പോവാണെന്നും നിങ്ങൾ ചിന്തിക്കരുത്. സ്തോത്രം. ദൈവത്തിന്റെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇവിടെ മഴയുടെ സമയമായതുകൊണ്ട് കൂടെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ശക്തമായ മഴ രാവിലെ മുതൽ രാത്രി മുതലേ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ശക്തമായി പ്രാർത്ഥിക്കണമേ. വചന ശുശ്രൂഷയിൽ പ്രത്യേകാല് വെട്ടത്തിന്റെ കുറവുള്ളത് കൊണ്ട് സ്തോത്രം പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവിനെ ഓർപ്പിച്ച വചനത്തിലേക്ക് ഞാൻ കടക്കട്ടെ. സ്തോത്രം. കർത്താവ് തന്ന വചനത്തിലേക്ക് അത് പറയണമല്ലോ. സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാ കർത്താവിനെ ഓർപ്പിക്കുവാനിടയായിത്തീരുന്നു. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒരുമിച്ചൊന്ന് പറയാമോ? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. എങ്ങനെ ചെയ്താൽ? നമുക്ക് വളരെ സുപരിചിതമായ വചനഭാഗമാണ്. എങ്ങനെ ചെയ്യണം? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. പലരും തെറ്റിച്ച് പറയുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് സഹോദരൻ
സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ആമേൻ അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ എന്നല്ല, ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഒരുമിച്ച് പറയാമോ? എന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ഞാൻ അധികം ശ്രമിക്കും, അധികം ശ്രമിക്കും. ആമേൻ. അത് ശ്രമകരമായ ഒരു വിഷയമാണെന്ന് ദൈവാത്മാവിന് നല്ലതുപോലെ അറിയാം. ഈ കാലത്ത് നമ്മുടെ മുൻപിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് പരിശുദ്ധാത്മാവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ. ഹല്ലേലൂയ. എന്താ അവിടെ പറഞ്ഞത്? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ, അധികം ശ്രമിപ്പീൻ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ആമേൻ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ആമേൻ. പലപ്പോഴും വചനങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ആ വചനം കിളിർക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, അത് കിളിർക്കുവാൻ, അത് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയാതെ, ഫലവത്താകുവാൻ കഴിയാതെ അതിനെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥകൾ പൂർണ്ണമായിട്ട് മാറണം. പൂർണ്ണമായിട്ട്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു, ദൈവാത്മാവ് അതിനെ നിർബന്ധിക്കുന്നു. ആമേൻ, ആമേൻ. വചനം കിളിർക്കുവാൻ കഴിയാതെയുള്ള ആമേൻ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറണം. വചനം കിളിർക്കുവാൻ കഴിയാത്ത തടസ്സങ്ങൾ, വചനം കിളിർക്കുവാൻ കഴിയാത്ത തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് പൂർണ്ണമായിട്ട് മാറണം. ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ വിശദീകരിക്കുവാൻ ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ, അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ, എങ്ങനെ ചെയ്താൽ? അധികം ശ്രമിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ ഒന്ന് കയറി പറ്റണമെന്ന് പറയാൻ സാധിക്കരുതേ, അങ്ങനെ ഇടയാകരുതേ. എന്ത് ചെയ്യണം? ഹല്ലേലൂയ. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിച്ചാൽ ആമേൻ കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ മുൻപിൽ നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയങ്ങളും വരത്തില്ല. ഈ ദിവസങ്ങളിൽ വചനം പലപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിലും അത് ഫലവത്താകുവാൻ കഴിയാത്ത കാരണങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റിയാൽ, ആ വചനം കിളിർത്തിട്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ചാടിക്കടക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും. സ്തോത്രം. ശക്തമായ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഇന്ന് പകലിൽ ദൈവജനം നിറയപ്പെടട്ടെ. ശക്തമായ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ദൈവജനം നിറയപ്പെടട്ടെ. പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ക്ഷീണിപ്പിക്കുന്ന ശാരീരികമായ ക്ഷീണം, മാനസികമായ ഭാരം. ആദ്യമേ വരുന്നത് എന്താണെന്നറിയാമോ? മാനസികമായ ഭാരമാ. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടാവാനിടയായിത്തീർന്നു. എന്റെ ചേച്ചിയുടെ മോള് UK അവള് വിവാഹം കഴിഞ്ഞിട്ടില്ല, നേഴ്സായിട്ട് അവള് ജോലിയാവും. എപ്പോഴും പ്രാർത്ഥനയിലും ആത്മാവിന്റെ ആമേൻ ആ ഒരു സാന്നിധ്യത്തിലൊക്കെ ജീവിക്കുന്ന ഒരു കുഞ്ഞ. പക്ഷെങ്കില് അവളുടെ മമ്മിക്ക് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപേ ക്യാൻസർ ഉണ്ടാകുവാനിടയായി. ക്യാൻസർ ആയിട്ടില്ല. 99% ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൾ പഠിക്കുന്ന സമയമാണ്. ആമേൻ. സ്തോത്ര. ആ കുഞ്ഞ് ഞങ്ങള് ആ സമയത്ത് അവിടെ ചെന്നൈയിലെ ഒരു കർത്താവിന്റെ വേല ചെയ്യുന്നവരാ. ആമേൻ. സ്തോത്രം. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ താമസിക്കുവാനിടയായി. ആ ചേച്ചി അന്നേരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ആമേൻ. സ്തോത്രം. ആ സമയത്ത് ഞാൻ ആമേൻ വിശ്വാസത്തിൽ ഉറച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ. സ്തോത്രം. ആമേൻ. വിശ്വാസത്തിൽ ആമേൻ അവളാണ് മറ്റുള്ളവരെ ഉറപ്പിക്കുന്നത്. എന്താ? എന്റെ കുടുംബത്തിൽ എന്റെ മമ്മി, ഒറ്റ മോളെ ഉള്ളു അവള്. എന്റെ മമ്മിക്ക് എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. പലരും പല ആൾക്കാരും ആമേൻ ആ കാര്യം 99% ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥാനത്ത് ആമേൻ സ്തോത്രം അങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ കൂടെ കടന്നുപോയ സമയത്ത് വിശ്വാസത്തിന്റെ വാക്കുകളെ പറയാൻ ആ പൈതലെ ദൈവം ബലപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പമല്ലാത്ത ഭാരം അവിടെ ഉള്ളത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. ഭാരം വന്നിട്ട് എന്താ വന്നതെന്നറിയാമോ? ആമേൻ നട്ടലിന്റെ നടുവിനൊക്കെ ഭയങ്കര വേദനയായിട്ട് ഭാരപ്പെടുക. ആമേൻ സ്തോത്രം. 30 വയസ്സ് കഴിഞ്ഞിട്ടില്ല അവൾക്ക്. ആമേൻ 27 വയസ്സായതേ ഉള്ളൂ.
അങ്ങനെയുള്ള ഒരു കുഞ്ഞ് ഭാരപ്പെടുവാനിടയെ. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മാനസികമായ ചെറിയ ചെറിയ ഭാരങ്ങൾ പോലും നമ്മെ വലിയ ശാരീരിക അസ്വസ്ഥതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പ്രിയ മാതാക്കളെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, നാം എപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട്. നാം എപ്പോഴും ഉറച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ വീണ്ടെടുത്ത, എന്നെ ജീവനുള്ള ദേഹിയായി മാറ്റി, പാപത്തിന്റെ മരിച്ച അവസ്ഥയിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് പുത്രത്വത്തിന്റെ അവകാശം തന്ന് മക്കളാക്കി, മകനാക്കി, മകളാക്കി എന്നെ മാറ്റിയെങ്കിൽ എന്റെ കരം പിടിക്കുന്ന ഒരു കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രഖ്യാപിക്കണം. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അത് പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറായാലുണ്ടല്ലോ, സ്തോത്രം, എങ്ങുമില്ലാത്ത, ഒരിക്കലും സാധിക്കയില്ലെന്ന് പറയുന്ന മാനസിക അവസ്ഥയിലൂടെ നാം പോകുമ്പോൾ പ്രത്യേക ദൈവിക ബലം നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിപ്പാൻ ഇടയായിത്തീരും. ഇന്ന് മുതൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാമോ? എന്ത് ചെയ്യണം? എന്നെ വീണ്ടെടുത്ത് എന്നെ മകളാക്കി മാറ്റിയ എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. ദൂരെയല്ല. എന്റെ കരം പിടിച്ചുകൊണ്ട് എന്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. ഒരു പിശാചും നിങ്ങളെ അടുക്കയില്ല. മാനസികമായി ഭാരം കൊണ്ടുവരുന്ന ആ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പലപ്പോഴും വചനം കേൾക്കുന്നെങ്കിലോ അത് ഏറ്റെടുക്കുവാൻ കഴിയാതെ വേണം, ഹൃദയത്തിൽ അത് പരിവർത്തിക്കാൻ കഴിയാതെ, ഹൃദയത്തിൽ അത് പ്രവർത്തിപ്പാൻ കഴിയാതെ, അത് ബലമായി വ്യാപരിപ്പാൻ കഴിയാതെ ഇന്ന് പകലിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നേ പറ്റൂ. ഇന്ന് പകലിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നേ പറ്റൂ. ഓ ഹല്ലേലൂയ. മാനസികമായ അലട്ടുന്ന അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ദൈവദാസിമാരുടെ ഹൃദയത്തിലേക്ക് ദൈവശക്തി ഇന്ന് പകലിൽ സ്തോത്രം പകരപ്പെടട്ടെ. അവർ പറയട്ടെ, എന്റെ തലമുറയെ എനിക്ക് തന്നെങ്കിൽ അത് ശത്രുവിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. യെസ്, പറയാമോ? ഉറച്ചു പറയാമോ? എന്റെ തലമുറയെ എന്റെ ദൈവം എനിക്ക് തന്നത്, എനിക്ക് വളർത്താൻ തന്നത്. നമ്മള് പൂർണ്ണ ഉടമസ്ഥതയിലല്ല. എന്ത് പറയണം? എന്റെ തലമുറയെ എന്റെ ദൈവം എനിക്ക് വളർത്താൻ തന്നത്. അങ്ങനെയെങ്കിൽ ആ തലമുറയെ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. ആ തലമുറയെ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. ഉറച്ചു പറയാമോ? ഈ ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടണം. അവരുടെ നാഡീനരമ്പുകൾ ഓരോ ദിവസവും പറയണം. ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓരോ ദിവസവും പറയണം. ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നാഡീ നരമ്പുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ. ദൈവവചനം അവരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങത്തക്കവണ്ണം ദൈവത്തിന്റെ അത്യന്ത ശക്തി അവരുടെ ഹൃദയങ്ങളിൽ വ്യാപരിപ്പാനിടയാകണം. അങ്ങനെ ഹല്ലേലൂയ തലമുറകളെ ദൈവത്തിനായി നേടുവാൻ നമുക്ക് കഴിയും. നാം എന്താ ഇവിടെ വായിച്ചത്? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ കർത്താവ് യേശുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. നാം പലപ്പോഴും വിചാരിക്കുന്നുണ്ട് നിത്യതയിൽ പോകാൻ അത്ര എളുപ്പമല്ല. പക്ഷേ സ്തോത്രം, വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിച്ചാലുണ്ടല്ലോ പല വിഷയങ്ങളിൽ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥന, വചനധ്യാനം, ഇതിലൊക്കെ നാം ഹല്ലേലൂയ കൂടുതൽ മാനസാന്തരം വേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളിലും, ഓരോ ദിവസങ്ങളിലും, കർത്താവ് തരുന്ന ദിവസങ്ങളിലെല്ലാം കർത്താവിനോട് ചേർന്നിരുന്ന് ധാരാളമായി പ്രാപിപ്പാൻ, നാം ധാരാളമായി ഉറപ്പാക്കുവാൻ ശ്രമിച്ചാൽ ധാരാളമായി പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും. എന്താ അവിടെ പറയുന്നതെന്നറിയാമോ? 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഒരു ലിസ്റ്റാ കർത്താവ് പറയുന്നത്. എങ്ങനെയാ സ്തോത്രം ധാരാളമായി പ്രാപിക്കുന്നത്?
എങ്ങനെയാ നാം അധികം ശ്രമിക്കുന്നത്? എന്ത് ചെയ്യണം? ഹല്ലേലൂയ. വെറുതെ വായിച്ചു വിടല്ലേ പ്രിയപ്പെട്ടവരെ, വെറുതെ വായിച്ചു വിടല്ലേ. ആമേൻ, സ്തോത്രം. ധാർമ്മികവും ആമേൻ നേരുള്ളതും നല്ലതുമായ മികച്ച സ്വഭാവമാണ് ഒരു വീര്യത്തെ കാണിക്കുന്നത്. ആമേൻ. ധാർമ്മികമായ, നേരുള്ള, നല്ലതുമായ ഒരു മികച്ച സ്വഭാവം. നമ്മുടെ കർത്താവിനോട് നാം ചേർന്ന് നിൽക്കുന്നെങ്കിൽ ഈ ഒരു സ്വഭാവം നമ്മിലുണ്ടോ എന്ന് അവൻ പൂർണ്ണമായി അവൻ ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയണമേ. ആമേൻ. എങ്ങനെ നാം അധികം ശ്രമിക്കുന്നത്? അവൻ ഈ ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടെന്ന് നാം ഉറച്ചു പറയണം. അത് അവൻ ഉറപ്പാക്കണം. അത് ഉറപ്പാക്കണം. ഏത് സ്വഭാവം? വീര്യം നമ്മളിൽ ഉണ്ടെന്ന്. ആമേൻ. റോമലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവന് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ. അവൻ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ ഇടയാകണം. അവൻ അങ്ങനാണെങ്കിൽ ആ വീര്യം നമുക്കുണ്ടാകണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് സ്വഭാവങ്ങൾ വ്യത്യസ്തമാകേണ്ടത്? സ്വഭാവങ്ങൾ മാറേണ്ടത് ധാർമ്മികമായി നാം നേരുള്ള ധാർമ്മികമായ ആമേൻ സ്തോത്ര സ്വഭാവം ഉണ്ടാകണം. നേരുള്ള സ്വഭാവം ഉണ്ടാകണം. നല്ലതുമായ സ്വഭാവം ഉണ്ടാകണം. അങ്ങനെ ആ വീര്യം നമ്മളിൽ ഉണ്ടായാൽ ഹല്ലേലൂയ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ആമേൻ സ്തോത്രം ഫലവത്തായ ഒരു സ്വഭാവത്തിന് ഉടമയായിട്ട് നാം മാറുമെങ്കിൽ ആമേൻ അങ്ങനെ ഒരു സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. എങ്ങനെയാ നാം വീണ്ടെടുക്കപ്പെട്ടത്? വിശ്വാസത്താലാണ് വീണ്ടെടുക്കപ്പെട്ടത്. വിശ്വാസത്താലാണ് നാം നമ്മുടെ ജീവിതം ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം പരിശോധിച്ച് നോക്കിയാൽ വിശ്വാസം നമ്മളിൽ എപ്രകാരമുണ്ട്? 11 അധ്യായത്തില് നാം വായിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. എന്താ അവിടെ പറയുന്നത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. അങ്ങനെയെങ്കിൽ വിശ്വാസം അവൻ ഏത് വിധത്തിലാണ് നമ്മുടെ ഉള്ളിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ ചില വിഷയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ പോക്കറ്റ് നിറയെ പൈസ ഉള്ളപ്പോൾ അവൻ സ്തോത്രം നടക്കുമെന്ന് നമുക്ക് പറയാം. ഒരു പൈസ പോലും ഇല്ലാതിരിക്കുമ്പോൾ നടക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അവൻ സ്തോത്രം. അവൻ ഒട്ടും ശാരീരിക സൗഖ്യമില്ലാത്തപ്പോൾ എഴുന്നേറ്റ് നടക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? എന്റെ കുറെ നാള് മുമ്പ് ഞാൻ കേട്ടൊരു അനുഭവമുണ്ട്. എന്റെ പപ്പാടെ അനിയൻ അവൻ സ്തോത്രം ഇങ്ങനെ നല്ല വിശ്വാസ തീഷ്ണതയിൽ നിന്ന സമയത്ത് അനേക രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ സ്തോത്രം ഇങ്ങനെ ഒരു ഭവനത്തിൽ കടന്നു വന്നപ്പോൾ അവൻ രോഗിയായിട്ട് കിടന്ന ഒരു പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, അവൻ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം വരുവാണെങ്കിൽ എന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പ്രാർത്ഥനയിൽ അവൻ സ്തോത്രം പ്രാർത്ഥിച്ചാൽ വരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൂർണ്ണമായി എനിക്ക് സൗഖ്യമായാൽ ഞാൻ വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ അവൻ സ്തോത്രം എങ്ങനെയാ നാം പ്രാർത്ഥിക്കേണ്ടത്? അവൻ സ്തോത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കരം പിടിച്ച് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് സൗഖ്യമാക്കിയതുപോലെ കർത്താവ് ചെയ്തതിലും അധികം നാം ചെയ്യുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ട് പോയെങ്കിൽ അവൻ അതേ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? അവൻ സ്തോത്രം എന്റെ പപ്പാടെ ഇങ്ങനെ പറഞ്ഞു, പൂർണ്ണമായൊരു വിടുതലോടെ ഇപ്പോൾ തന്നെ ചാടി എഴുന്നേക്കട്ടെന്ന് പറഞ്ഞപ്പോ പുള്ളി ചാടി എഴുന്നേറ്റ് യോഗത്തിന് പോയി. എങ്ങനെയാണോ പഴയതുപോലെ ആയിരുന്നത് പനിച്ചു പൊരിഞ്ഞു കിടന്ന ഒരു വ്യക്തി, അവന് അങ്ങനെ ഒരു വിശ്വാസത്തിൽ നമുക്ക് കൽപ്പിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു വിശ്വാസം നാം പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, വിശ്വാസികൾ എന്ന പേര് പറഞ്ഞിട്ട് പലപ്പോഴും സ്തോത്രം ആ വീര്യത്തോട് വിശ്വാസം കൂട്ടണമെന്ന് പറയുമ്പോൾ പലപ്പോഴും വിശ്വാസം കുറവുള്ളവരായിട്ടാണോ നാം കാണുന്നത്? നമ്മെ കാണുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇപ്പോഴെങ്ങും ഒരു സൗഖ്യം ഉണ്ടാകാൻ പോകുന്നില്ല, ഇപ്പോഴെങ്ങും ആവശ്യത്തിനൊരു വിടുതൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെയാണോ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്? പ്രിയപ്പെട്ടവരെ, വിശ്വാസം പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയുമോ? വിശ്വാസം പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഒന്ന് എബ്രായലേഖനം 11:6 ഇങ്ങനെയാ വായിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്ത് വിശ്വസിക്കണം? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നാം വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. പ്രയോറിറ്റി. ആമേൻ സ്തോത്രം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നാം വിശ്വസിക്കണം. അങ്ങനെ ഒരു വിശ്വാസമില്ലാതെ അവന് ഒരു വിഷയങ്ങളിലും വിശ്വാസം പ്രകടമാക്കുവാൻ കഴിയാതെ
വിശ്വാസത്തിൽ ക്ഷീണിപ്പിച്ച് ആമേൻ സ്തോത്രം വായും കൊണ്ടത് പറയിച്ച് ആമേൻ സ്തോത്രം നടക്കുവാൻ പോകുന്ന പല കാര്യങ്ങൾ മുടങ്ങിപ്പോയ പ്രിയപ്പെട്ടവർ, ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ആമേൻ പറയട്ടെ, ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, ഒരിക്കലും അവിശ്വാസം പറയാൻ പാടില്ല. മുതല് തീരുമാനമെടുക്കാമോ? ഞാൻ എന്റെ നാവ് കൊണ്ട് അവിശ്വാസം പറയത്തില്ല, ഞാൻ എന്റെ നാവ് കൊണ്ട് അവിശ്വാസം പറയത്തില്ല, ഞാൻ എന്റെ നാവ് കൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുമെന്ന് പറയാമോ? അങ്ങനെയെങ്കിൽ സ്തോത്രം വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോട് വളരുവാൻ സാധിക്കും. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. എന്താ നാം വായിച്ചത്? അത് നിമിത്തം തന്നെ നിങ്ങൾ ആമേൻ സകല ഉത്സാഹം കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനം ഉണ്ടാകണം. പരിജ്ഞാനം. ആമേൻ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. സദൃശവാക്യത്തിലേക്ക് ഒത്തിരി വാക്യങ്ങൾ ആമേൻ അവിടെ കാണുന്നുണ്ട്. ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. 2 പത്രോസ് ലേഖനം 3-18 വാക്യത്തില് ഇപ്രകാരം എന്നാ വായിക്കുന്നത്: കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. നമ്മെ വളർത്തുമാറാക്കുന്നത് ആരാ? ഒരു ലേഖനം വായിക്കുന്നുണ്ട്, ആമേൻ സ്തോത്രം, അവൻ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവം അത്രയാകുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മെ വളർത്തുന്നത് ദൈവമാ. എങ്ങനെ വളരണം? കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവാൻ. ആമേൻ. ഉറച്ചു പറയണം, ഞാൻ എന്നെ വിളിച്ചു വേർതിരിച്ച ആമേൻ യേശുവിന്റെ പരിജ്ഞാനത്തിൽ വളരും. ഞാൻ യേശുവിന്റെ പരിജ്ഞാനത്തിൽ വളരും. എന്താ പരിജ്ഞാനം? ആമേൻ. പല സമയങ്ങളിലും ആമേൻ സാഹചര്യങ്ങളിലും ആമേൻ ഒത്തിരി വിദ്യാഭ്യാസമുള്ള ഒത്തിരി PhD ഒക്കെ ഉള്ള ആൾക്കാര് അവൻ പരിജ്ഞാനമില്ലാതെ സംസാരിക്കുന്നത് നാം കേട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പരിജ്ഞാനത്തോടെ സംസാരിക്കുവാൻ, എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ഇടപെടേണ്ടത് എന്നുള്ള പരിജ്ഞാനം. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ മേൽ ഈ വചനപ്രകാരം ഇന്ന് പകലിൽ പരിജ്ഞാനം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം, യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തില് അവൻ വളരുവാൻ നമുക്കിടയാകണം. എന്താ? വിശ്വാസത്തോട് വീര്യമുണ്ടാകണം, വീര്യത്തോട് പരിജ്ഞാനമുണ്ടാകണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയമുണ്ടാകണം. ഇന്ദ്രിയ ജയം എങ്ങനെയാ? ഹല്ലേലൂയ. ഇന്ദ്രിയ ജയം എങ്ങനെയാ നമുക്കറിയാം. ആമേൻ സ്തോത്രം. ലോകത്തിനുള്ള പല പ്രലോഭനങ്ങളും ജഡത്തിന്റെ പല പ്രലോഭനങ്ങളും നമ്മെ അലട്ടും. ആമേൻ. നമ്മെ ചോദ്യം ചെയ്യും പലപ്പോഴും. ആമേൻ സ്തോത്രം. അതിൽ നിന്ന് ജയിക്കാൻ കഴിയാത്ത സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഇന്ദ്രിയ ജയം ഏറ്റവും അനിവാര്യമാ. ആത്മാവിന് കീഴടങ്ങി എങ്ങനെ ജയിക്കാൻ പറ്റും? ഇന്ദ്രിയ ജയത്തെ എങ്ങനെ ജയിക്കാൻ പറ്റും? ആത്മാവിന് കീഴടങ്ങണം. റോമാലേഖനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ. ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിക്കുന്ന എങ്ങനെയാ? ആത്മാവിന് വേണ്ടി നമ്മെ തന്നെ കീഴ്പ്പെടുത്തുക. ഇന്ന് പകലിൽ ദൈവജനം ഉറച്ചു പറയാമോ? പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവെന്നിൽ അവൻ പ്രവർത്തിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവെന്നെ എന്നോട് കൽപ്പിക്കുന്നത് പോലെ എന്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കും, എന്റെ ജീവിതത്തിൽ ഞാൻ നിലനിൽക്കുമെന്ന് പറഞ്ഞ് പരിജ്ഞാനത്തിൽ നിലനിൽക്കുവാൻ, ഇന്ദ്രിയ ജയത്തിൽ ജയിക്കുവാൻ. ആമേൻ സ്തോത്രം. എന്താ ഞാൻ പറഞ്ഞത്? ആത്മാവിന് കീഴടങ്ങി ഇന്ദ്രിയ ജയത്തെ ജയിക്കാൻ നമുക്ക് കഴിയണം. ആത്മാവിന് ഇന്ന് പകലിൽ സമർപ്പിക്കണം. കർത്താവേ, ആത്മാവിന് കീഴടങ്ങുവാൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മെ വീണ്ടെടുത്ത് നിലനിർത്തി നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ആമേൻ ആത്മാവിന് കാര്യസ്ഥൻ ഇന്ന് പകലില് ആമേൻ സ്തോത്രം. ആ കാര്യസ്ഥന്റെ പരിവർത്തനം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ, അവൻ നമ്മോട് സംസാരിക്കുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ഈ ദിവസങ്ങളിൽ സമർപ്പിക്കാമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു, കാര്യസ്ഥൻ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. എപ്പോൾ കിടക്കണം, എപ്പോൾ എഴുന്നേൽക്കണം, എന്തെല്ലാം ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളിൽ സംസാരിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ഇടപെടണമെന്ന് കാര്യസ്ഥൻ നമ്മെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നിർദ്ദേശം നമുക്ക് ഈ ദിവസങ്ങളിൽ കേൾപ്പാൻ കഴിയുന്നില്ലെങ്കിൽ സമർപ്പിക്കണം. കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവേ, എന്നോട് കൂടെ നിൽക്കണം, എന്നോട് ഇടപെടണം. യേശു കർത്താവ് പറഞ്ഞിട്ട് പോയതെന്താ? ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം 24/7
സമാധാനം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാ നാം. അങ്ങനെയെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ ആമേൻ സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടുതലായി ഞാൻ അനുഭവിക്കത്തക്കവണ്ണം ആ ദിവ്യമായ സമാധാനം. കർത്താവ് പറഞ്ഞിട്ട് പോയത് ആമേൻ സ്തോത്ര, കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. ആമേൻ നീതിയോടും ന്യായത്തോടും പരിശുദ്ധാത്മാവ് സാന്നിധ്യം നമുക്ക് ജീവിപ്പാൻ സാധിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ട് പോയത്. അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഹൃദയം ഭാരപ്പെട്ട് കലങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ നിലനിൽക്കുവാൻ നമുക്കിടയാകണം. എങ്ങനാ ഇന്ദ്രിയ ജയത്തെ ജയിക്കുന്നത്? ആത്മാവിന് വേണ്ടി ശരീരത്തെ, ഹൃദയത്തെ, മനസ്സിനെ സമർപ്പിച്ചു കൊടുക്കണം. ഇന്ന് പകലിൽ സമർപ്പിക്കാമോ? ഞാൻ എന്റെ ശരീരത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ, ഞാൻ എന്റെ ശരീരത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരിക്കലും സ്തോത്രം, ശത്രുവിന്റെ പദ്ധതികൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൊണ്ടിടുന്ന വിത്തുകൾ പലപ്പോഴും ശരീരത്തിൽ രോഗമായി, അസ്വസ്ഥതയായി, മനസ്സിന് ഭാരമായി പരിണമിക്കത്തക്കവണ്ണം ആമേൻ അലട്ടുന്ന അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ട് മാറത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യം ആമേൻ ശരീരത്തിലേക്ക് ഇറങ്ങുവാൻ, ദൈവം ഇടയാകുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അധികമായി പ്രാപിക്കണം. ഹല്ലേലൂയ. ഒരു കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിൽ ഒന്നുമില്ലാതെ ഡ്രൈ ആയിട്ട് കിടക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ആമേൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരിക്കൽ നാം അനുഭവിച്ചവരാ. ആമേൻ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ഒരിക്കൽ ജീവിച്ചവരാ. അങ്ങനെയുള്ളവർ പലപ്പോഴും ആ സാന്നിധ്യത്തിൽ നിന്ന് മാറി. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിക്കാനിടയായിത്തീർന്നു. ആമേൻ ദൈവം നമ്മെ വിട്ട് ഒരിക്കലും മാറത്തില്ല. നാം ആണ് ദൈവ സാന്നിധ്യത്തെ വിട്ട് ആമേൻ കൂടെ 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 പല പല വിഷയങ്ങളിൽ, ചെറിയ വിഷയങ്ങളായിരിക്കാം മാറിപ്പോകുന്നത്. അങ്ങനെ ഒരിക്കലും വരാതെ ആമേൻ ഒരു പ്രാവശ്യം അത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുമ്പോൾ മടങ്ങി വന്ന് സ്ഥിരമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ചൂടമാന ഹന്തര രകൽക്കന. പ്രിയപ്പെട്ടവരെ, വല്ല വിധേനയും എങ്ങനെയെങ്കിലും ജീവിച്ച് ആമേൻ സ്തോത്രം ഈ ലോകത്തിൽ തീരുവാനല്ല ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. നിത്യതയിൽ കർത്താവിന്റെ കൂടെ വസിക്കാന്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിന്റെ ആ നിറവിലേക്ക് വരുവാൻ കഴിയാതെ, അവൻ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ആ നിറവിൽ നാം ജീവിച്ചാലുണ്ടല്ലോ, നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുവാനിടയായി തീരും. അങ്ങനെ ഓർപ്പിപ്പാൻ പലപ്പോഴും അവൻ കഴിയാതെ പല കുരുക്കുകളിൽ ചെന്നപ്പെടുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറച്ചു കളയുന്ന ആമേൻ അതിൽ നിന്ന് മാറി നടക്കുന്ന അനുഭവത്തെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഇന്ന് പകലിൽ ആ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ദ്രിയ ജയത്തോട് സ്ഥിരത ഉണ്ടാകണം. ആമേൻ സ്തോത്രം, സ്ഥിരത ഉണ്ടാകണം. സ്ഥിരത ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. 1, 2, 3, 4 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എന്താ? ആമേൻ സ്തോത്രം, പരിശോധനകളും കഷ്ടതകളും വന്നാൽ സ്ഥിരതയോടെ നിൽക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പറയാമോ, അപ്പ ഏത് സാഹചര്യങ്ങളിലും ആമേൻ എന്റെ ഹൃദയം ചഞ്ചലിച്ചു പോകത്തില്ല, സ്ഥിരമായി നിൽക്കും. ഇപ്പോഴും ഹൃദയത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ സാധിക്കുമോ? ആമേൻ ഈ ലോകത്തില് പല വിഷയങ്ങൾ വരുമ്പോൾ സ്ഥിരമായി നിൽക്കുവാൻ കഴിയാതെ ആമേൻ ഹൃദയത്തിൽ അസ്വസ്ഥതപ്പെടുത്തി സാരമില്ലെന്ന് പറഞ്ഞു. ഉടമാന ഹന്തര രകൽഖനാദര, സാരമില്ലെന്ന് പറഞ്ഞ് കർത്താവിനെ മാറ്റി നിർത്തുന്ന അനുഭവം ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. സ്ഥിരതയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയാതെ കാറ്റടിച്ചുലയുന്ന കടൽ തിരക്ക് സമമായ അനുഭവത്തോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ നിന്നാൽ നിങ്ങൾ നിത്യത പ്രാപിക്കാൻ അങ്ങനെ നിന്നാൽ നിങ്ങൾ നിത്യത പ്രാപിക്കാൻ തടസ്സമാ. ഇന്ന് പകലിൽ ഒരുമിച്ച് സമ്മതിക്കാമോ? ഒരുമിച്ച് പറയാമോ? അപ്പ ഒരിക്കലും ഏത് സാഹചര്യം വന്നാലും ഞാൻ അങ്ങേ വിട്ടു മാറത്തില്ല. അപ്പ ഏത് സാഹചര്യം വന്നാലും അവൻ സ്തോത്രം, പലപ്പോഴും അവൻ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ, നമ്മുടെ ചെവിയിൽ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ആ വാക്കുകളിൽ തിരിച്ചു പറയാൻ കഴിയാതെ പലപ്പോഴും മനസ്സ് ഭാരപ്പെടുമ്പോൾ ആമേൻ സ്തോത്രം ഉറച്ചു പറയണം, അപ്പ ഞാൻ അങ്ങേ വിട്ടു മാറത്തില്ല. ഹല്ലേലൂയ, ഞാൻ അങ്ങേ വിട്ടു മാറത്തില്ല. ഇന്ന് പകലിൽ സമർപ്പിക്കാമോ? ഹല്ലേലൂയ. പലപ്പോഴും എന്റെ ഹൃദയം
ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകളാ എന്റെ ചെവിയിലൂടെ കേൾക്കുന്നത്. സ്ഥിരമായി എനിക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. അവൻ സ്ഥിരതയോടെ അങ്ങേ സേവിപ്പാൻ എനിക്ക് കഴിയുന്നില്ല. സമ്മതിക്കാമോ? രകബല വൈഡബലവ ശബനാരകൽക്കനാദര ചൂടമാനകടക ശബനാരകതന രകബലവരവ ശബലവരവ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൂരമന ഹന്തരാരികൽക്കനാദന സമാനകസ്യാരബാബ ദുരകഥന വശകഥന. ചിലപ്പോഴും വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും ആമേൻ സ്തോത്രം, അടുത്ത പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും അസ്വസ്ഥത ഉളവാക്കുന്ന അനുഭവങ്ങൾ. ദൂരകമനഘടകസ്യാരക വിരകമനഘടകസ്യാരബാബ. കുട്ടിനായി നമുക്ക് തന്നിരിക്കുന്ന ആമൻ ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് അസ്വസ്ഥത ഉളവാക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ പുരഖമാനക ശബ്ദന എങ്ങനെ സ്ഥിരമായി നിൽക്കുമെന്ന് നിങ്ങൾ ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, അവൻ നമ്മെ വിട്ടുമാറാത്ത അവൻ ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യമാണ് നിങ്ങളോട് കൂടെയുള്ളത്. അങ്ങനെയെങ്കിൽ ഉറച്ചു പറയാമോ? അവൻ ഏത് മനുഷ്യൻ തള്ളിയാലും, അവൻ ഏത് മനുഷ്യൻ തള്ളിപ്പറഞ്ഞാലും എന്റെ ഹൃദയം അങ്ങിൽ നിന്ന് മാറത്തില്ല, സ്ഥിരമായി ഞാൻ നിൽക്കുമെന്ന് ഉറച്ചു പറയാമോ? അങ്ങനെയെങ്കിൽ സ്തോത്രം, നിത്യത പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കും. സ്ഥിരതയോടെ എന്തുണ്ടാകണം? ഭക്തി ഉണ്ടാകണം. ആമേൻ സ്തോത്രം. ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുക മാത്രമല്ല, ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നാം പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം. എന്റെ ജീവിതത്തിൽ ഭക്തിയുണ്ട്. എന്റെ ജീവിതത്തിൽ ആമൻ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ആമൻ ഭക്തിയോടെയാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ ആരാധനയിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിന്റെ രീതികളിൽ, നമ്മുടെ ജീവിതത്തിന്റെ വശങ്ങളിൽ, ഓരോ ദിവസവുമുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഭക്തി പുറത്തു വരുന്നുണ്ടോ എന്ന് ഇന്ന് പകലിൽ ശോധന ചെയ്യണം. ഇന്ന് പകലിൽ ശോധന ചെയ്യണം. ഭക്തിയോട് സഹോദര പ്രീതി ഉണ്ടാകണം. ദൈവത്തോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ സഹോദര പ്രീതി ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഭക്തി നാം എങ്ങനെയാ കാണിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളിലും, ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, വചനം വായിക്കുമ്പോൾ മാത്രമല്ല, വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥനയിൽ ചെലവഴിക്കുമ്പോൾ മാത്രമല്ല. ഓ രകമന ഹടകബ ഉടകബലക ശംദരാരകൽഖനാദര. അങ്ങനെ മതിയെന്ന് നാം ഒരിക്കലും വെക്കരുത്. 100% തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്താണെന്നറിയാമോ? അവൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ദൈവഭക്തി മതി. അവൻ ജീവിതത്തിന്റെ വശങ്ങളിൽ, ജീവിതത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, കുടുംബത്തിലുള്ളവരോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, ജോലിക്ക് നാം കടന്നു പോകുമ്പോൾ, അവൻ നമ്മുടെ യാത്രകളിലായിരിക്കുമ്പോൾ, ഒരു അവൻ സ്തോത്ര അവൻ സിഗ്നലിൽ വന്ന് നാം വണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, ഈ എല്ലാ സമയത്തും എന്ത് വെളിപ്പെടണം? ദൈവത്തോടുള്ള ഭക്തി വെളിപ്പെടണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന സംസാരം അങ്ങനെയുള്ളതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ള ഒരു ജീവിതമല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും അവൻ വല്ലവിധേന ജീവിച്ച് തീർക്കാനുള്ള ഒരു ജീവിതമല്ല. അവൻ ഭക്തിയോട് സഹോദര പ്രീതി. അവൻ എബ്രായലേഖനം 13-1 ഇപ്രകാരമാണ് വായിക്കുന്നത്: സഹോദര പ്രീതി നിലനിൽക്കണം. സഹോദര പ്രീതി നിലനിൽക്കണം. ഹല്ലേലൂയ. സഹോദര പ്രീതി നിലനിൽക്കണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, മറ്റുള്ളവരോട് അവൻ സ്തോത്രം സ്നേഹത്തോടെ ഇടപെടുവാൻ കഴിയാതെ അവൻ എന്തെങ്കിലും വിഷയങ്ങൾ ഹൃദയത്തിൽ വ്യാപരിക്കുന്നെങ്കിൽ അവൻ സ്തോത്രം സഹോദര പ്രീതി നിലനിർത്തുന്ന അനുഭവത്തില് നമ്മുടെ ജീവിതം കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അഗാപ്പെ നമ്മുടെ ഉള്ളത്തിൽ പ്രകടമാകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. സഹോദര പ്രീതിയോട് സ്നേഹം ഉണ്ടാകണം. അവൻ നമ്മുടെ ഹൃദയത്തിൽ അവൻ സഹോദര പ്രീതി വർദ്ധിക്കുമ്പോൾ സ്നേഹമുണ്ടാകും. അവൻ ദൈവത്തോട് സ്നേഹമുള്ളതുപോലെ മറ്റുള്ളവരോടും സ്നേഹമുണ്ടാകണം. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സ്നേഹം നമ്മുടെ വാക്കുകളിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൽ നിന്ന് നമ്മെ മാറ്റുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതിനെ ജയിക്കുവാനുള്ള കൃപയ്ക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. അവൻ ചില വചനങ്ങളൂടെ എനിക്ക് ഓർപ്പിക്കുവാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഈ സാഹചര്യങ്ങളിൽ പലപ്പോഴും നിലനിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയോട് നമുക്ക് അടുത്തു വരാം. കർത്താവേ, ആമേൻ, എന്റെ ജീവിതത്തിൽ ഈ
സ്വഭാവങ്ങൾ പകർത്തപ്പെടണം എന്റെ ജീവിതത്തിൽ, എന്റെ ദൈനംദിന ജീവിതത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, വചനം ധ്യാനിക്കുമ്പോൾ മാത്രമല്ല, പേഴ്സണൽ പ്രയറിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഇത് നമുക്ക് പ്രകടമായി വരത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കപ്പെടുവാൻ സമർപ്പിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ ഈ ജീവിത രീതികൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കൂ. എന്താ പറഞ്ഞത് അവിടെ? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരുന്ന ഒരനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടെത്തിക്കുവാനിടയായിത്തീരണം. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരുന്ന ഒരനുഭവത്തിൽ, സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്, സ്തോത്രം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. ഇങ്ങനെ ചെയ്താൽ കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രത്യക്ഷത ധാരാളമായി പ്രാപിപ്പാനിടയായിത്തീരും. അതിനെന്തൊക്കെ ചെയ്യണം? സ്തോത്രം. ഉത്സാഹമുണ്ടാകണം. ആദ്യമേ നമുക്കുണ്ടാകേണ്ടത് ഉത്സാഹമുള്ളവർക്ക് ഇത് സകലതും ഉളവാകുവാനിടയാകും. വിശ്വാസത്തോട് വീര്യം കൂടണം, വീര്യത്തോട് പരിജ്ഞാനം കൂടണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം കൂടണം, ഇന്ദ്രിയ ജയത്തോട് സ്ഥിരത ഉണ്ടാകണം, സ്ഥിരതയോട് ഭക്തി ഉണ്ടാകണം, ഭക്തിയോട് സഹോദരപ്രീതി ഉണ്ടാകണം, സഹോദരപ്രീതിയോട് സ്നേഹം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, സ്തോത്രം. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്താ? നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനമാ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ദിവസങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, ഹല്ലേലൂയ. മറ്റു ചില വചനഭാഗങ്ങൾ എനിക്ക് ഓർപ്പിക്കാനുണ്ട്. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. മരുഭൂമിയിൽ വശീകരിച്ചു കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ചൂടമനഹതരഘടകസ്യാരകൽക്കന നിൽക്കുവാൻ കഴിയാതെ സ്തോത്രം. ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളിൽ മരുഭൂമിയുടെ ചില അനുഭവങ്ങൾ വന്നാലും സ്തോത്രം, ഞാൻ അതിനെ ജയിക്കുമെന്ന് പറയാൻ. എന്തിനാ മരുഭൂമിയിൽ കൊണ്ടുപോകുന്നത്? കർത്താവിന് നമ്മോടുള്ള ദേഷ്യം കൊണ്ടല്ല കേട്ടോ, കർത്താവിന് നമ്മോടുള്ള ഭാരം കൊണ്ടല്ല. സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഹൃദ്യമായി നമ്മോട് സംസാരിക്കാനുള്ളത് കൊണ്ട്. ചൂടമനഹതരഘടക ഉടകമനവശംദന കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിപ്പാന് നാം ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം, മരുഭൂമിയിൽ കൊണ്ടുപോയി ഈ സാഹചര്യങ്ങളിൽ പെടുത്തി ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്തിനാ എനിക്ക് വരുന്നെന്ന് പറഞ്ഞ് ഭാരത്തോടെ ആയിരിക്കാനല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഹൃദ്യമായി സംസാരിക്കാനുണ്ട്, ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കാനുണ്ട്. അനേകർ നിങ്ങളിൽ കൂടെ പുറത്തു വരുവാനുണ്ട്, അനേകർ നിങ്ങളിൽ കൂടെ വിടുവിക്കപ്പെടുവാനുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ വിടുവിക്കപ്പെടുവാനുണ്ട്. നാം മാത്രമല്ല നിത്യരാജ്യത്തിലേക്ക് പോകേണ്ടത്, നമ്മുടെ പ്രിയപ്പെട്ടവരെ നിത്യരാജ്യത്തിലേക്ക് പോകണം. സമർപ്പിച്ചു കൊടുക്കാൻ, കർത്താവ് എന്നോട് കൂടെ നിൽക്കണമേ. ഞാൻ അങ്ങിൽ നിന്ന് പലപ്പോഴും അകന്നു പോയി. എന്റെ വാക്കിനാൽ, എന്റെ പ്രവൃത്തിയാൽ, എന്റെ ചിന്തകളിൽ, എന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളുടെ വേളയിൽ ചൂടാമാനഹന്തര ഞാൻ അങ്ങിൽ നിന്ന് മാറിപ്പോയി. കർത്താവ് എന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പറഞ്ഞ് ഉറപ്പോടെ നമുക്ക് നിൽക്കാം, ധൈര്യത്തോടെ നിൽക്കാം. നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി നമുക്ക് പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ നാം ചെയ്യേണ്ടത്? സ്തോത്രം. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി വിളിക്കപ്പെട്ട നാം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. നമുക്ക് ഉറച്ചു പറയാം, എന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ഞാൻ അധികം ശ്രമിക്കും, ഞാൻ അധികം ശ്രമിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങൾ മാറിയതിനാൽ സ്തോത്രം, അവരുടെ നിരാശകൾ മാറിയതിനാൽ സ്തോത്രം. ഞരക്കങ്ങൾ കൂടെ ഇരിക്കുന്ന ദൈവിക സാന്നിധ്യം, അതെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ച് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ച് നോക്കണ്ട എന്നുള്ള ശബ്ദം കേൾപ്പിച്ച് അവരെ ദിവസം തോറും നടത്തി അവരുടെ കരത്തിൽ പിടിക്കണമേ കർത്താവേ. ആരുമില്ലെന്നുള്ള തോന്നൽ മാറട്ടെ, ആരുമില്ലെന്നുള്ള അനുഭവങ്ങൾ മാറട്ടെ. ധൈര്യത്തോടെ നിൽക്കുവാൻ, എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെന്ന്
ഉറപ്പോടെ പറയുവാനിടയാക്കണമേ. അവിടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സമാധാനം എല്ലാ കുടുംബങ്ങളിലും പകരപ്പെടുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് ഈ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദേവപാസ്റ്റർ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ ദൈവ സാന്നിധ്യം പകരണം. അങ്ങയുടെ കരങ്ങളടിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒന്നുമില്ലപ്പാ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. താങ്ക് യു. പാസ്റ്റർ പറഞ്ഞ പോലെ പാസ്റ്റർ അത്യാവശ്യമായിട്ട് പോയല്ലോ.